2009 ആൾട്ടോ 90,000 രൂപ കൊടുക്കുക. ഹലോ ഫ്രണ്ട്സ്, മുക്താറാണ്. അങ്ങനെ ഒരു മാസം ശേഷം നമ്മളെ സലീം ഖാന്റെ യാർഡിൽ വന്നിട്ടുണ്ട്, ക്യാഷ് കാർ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുസഫിറാണ് എല്ലാ വീഡിയോയിലും നമ്മളൊപ്പം നിൽക്കുന്നത്. ഈ പ്രാവശ്യം അടിപൊളി ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതാ വോൾസ്വാഗന്റെ വെൻഡോ 2012 മോഡൽ നിങ്ങൾക്ക് തരാൻ പോകുന്നത് 2,80,000. അതുപോലെ തന്നെ ഹോണ്ട സിറ്റി വരുന്നുണ്ട് 2011 മോഡൽ 2,70,000 രൂപയ്ക്ക്. അതുപോലെ തന്നെ ഒരു 2016 നാനോ വരുന്നുണ്ട് 1,05,000 രൂപയ്ക്ക്. അതുകൂടാതെ സാൻഡ്രോ വരുന്നുണ്ട് 80,000 രൂപയ്ക്ക്. ഒരു 2009 ആൾട്ടോ വരുന്നുണ്ട് എത്രക്ക് 90,000 രൂപയ്ക്ക്. അടിപൊളി ഇട്ടിവെട്ട് ഓഫറായിട്ടാണ് വീണ്ടും വന്നിട്ടുള്ളത്. മുസ്തഫ, നമ്മുടെ കറക്റ്റ് സ്പോട്ട് ഇവിടെ വരുന്നത് മലപ്പുറം ജില്ലയിൽ തറയിട്ടാല് വന്നു കഴിഞ്ഞാൽ നമ്മളെ ക്യാഷ് കാർവേളിൽ സലീം ഖാൻ എടുത്ത് വന്നു കഴിഞ്ഞാൽ അടിപൊളി ഓഫർ കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങല്ലേ വീഡിയോ. നമുക്ക് ഉള്ളിൽ തന്നെ വസ്തു തന്നെ ഇതിനാ തുടങ്ങാം. നമുക്ക് സ്കോർപിയോ വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ വെർണ തുടങ്ങാം. വെർണ ഏതാ മോഡൽ വരുന്നത്? 2009. ചെറിയൊരു പൈസക്ക് ഓഫർ വിലക്ക് അങ്ങനെ തരാൻ പോകുന്നത്. ഡീറ്റെയിൽസ് വരുന്നത് 2009 മോഡൽ SX ആണ്. 2009 മോഡല്. ഓണർഷിപ്പ് ഏതാ വരുന്നത്? മൂന്നാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 83,000. റീപ്ലേസ്മെന്റ് ഒന്നും ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്, ഉണ്ടാവും. പിന്നെ ഡീസൽ അല്ല വരുന്നത്. ഡീസൽ. നമുക്കിത് ലാസ്റ്റ് എത്ര കൊടുക്കാം? 1,35 കൊടുക്കാം. 1,30 ലാസ്റ്റ് കൊടുക്കാം. ഫ്ലഡ് വണ്ടി അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ ഇവിടെ? വണ്ടി ഇല്ലല്ലോ. ഓക്കെ. പിന്നെ ഞാൻ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് സ്കോർപിയോ ആണ് വരുന്നത്. സ്കോർപിയോ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2008 മോഡല് പേപ്പർ എടുത്ത വണ്ടിയാണ്. M2 ആണ് എഞ്ചിൻ വരുന്നത്. ഒരു റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. സെക്കൻഡ് ഓണർ വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ എത്ര വരുന്നത്? കിലോമീറ്റർ 1,40,000 ഓടിയിട്ടുണ്ട്. പുതിയ ഇൻഷുറൻസും ഉണ്ട്. 1,40,000 ഓടിയിട്ടുണ്ട്. അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രൈസ് അങ്ങനെ വരുന്നത്? മൈലേജ് ഉണ്ട്. 15-16 മൈലേജ്. 15-16 മൈലേജ് എന്തായാലും ഉണ്ടാവും. പ്രൈസ് നമ്മുടെ പ്രൈസ് എങ്ങനെ വരുന്നത്? ചോദിക്കുന്നത് 1,90 ആണ്. എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കും. ചെറിയ രീതിയിൽ നമ്മൾ മാറ്റം ചെയ്ത് കൊടുക്കാം. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ ബഡ്ജറ്റ് കാറുകളാണ് ഈ വീഡിയോയിൽ മെയിനായിട്ട് നോക്കുന്നത്. ഈ സാൻഡ്രോ ഒക്കെ ഡീറ്റെയിൽസ് വരുന്നത്? സാൻഡ്രോ 2005 മോഡലാണ്. 80 രൂപ കൊടുക്കാം. 2005 മോഡൽ സാൻഡ്രോ 80,000 രൂപ കൊടുക്കാം. ഓണർഷിപ്പ് ഏതാ വരുന്നത്? 85 രൂപയ്ക്ക്. സാൻഡ്രോ നമ്മുടെ അടുത്ത് 4 ഉണ്ട് കേട്ടോ. 4 ഉണ്ട്. ഇത് ഓണർഷിപ്പ് ഏതാ വരുന്നത്? ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 60-70 ഓടിയിട്ടുള്ളൂ. ഒരു ഏവറേജ് ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 80,000 രൂപ വരുന്നത്. അതേപോലെ തന്നെ ഒരു ഡിസയർ വരുന്നുണ്ട്. ഡിസയർ അങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഡിസയർ 2011 മോഡലാണ്. 2011 മോഡൽ VDI ആണ്. ഡീസൽ. ഓണർഷിപ്പ് ഏതാ വരുന്നത്? മൂന്നാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1,65. 1,65. റീവണ്ടിയാണ്, അതുകൊണ്ടാണ് റീവണ്ടിയാണ്. റീപ്ലേസ്മെന്റ് എന്താണോ? ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിനോ? ഇല്ല, ചെക്ക് ചെയ്തിട്ടില്ല. പക്ഷേ തട്ടുമുട്ട് റീപ്ലേസ്മെന്റ് ഒന്നും കയറിയിട്ടില്ല. പ്രൈസ് ആണ് വരുന്നത്? 2,60 കേട്ടോ. 2,60,000. 2011 മോഡൽ റീവണ്ടി അല്ലേ? ഓക്കെ. ഇനിയിപ്പോൾ ആൾട്ടോ ഒക്കെ എങ്ങനെയാണ് വരുന്നത്? 90 രൂപ കൊടുക്കാം. 90 രൂപ. ഏതാ മോഡൽ വരുന്നത്? 2009 ആൾട്ടോ 90,000 രൂപ കൊടുക്കുക. ഓണർഷിപ്പ് ഏതാ വരുന്നത്? ഓണർഷിപ്പ് നാലാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 92,000. റീപ്ലേസ്മെന്റ് എന്താ ഉണ്ടോ? ഒന്നുമില്ല. 90,000 രൂപ കൊടുക്കുക. ഏതാ ഓപ്ഷൻ വരുന്നത്? LX ആണ് വരുന്നത്. ഓക്കെ. ഈ ഒരു ആൾട്ടോ നമുക്ക് 1,20 കൊടുക്കാം. 1,20. ഏതാ മോഡൽ വരുന്നത്? 2009 കേട്ടോ. 2009 തന്നെ 1,20 ആണ് വരുന്നത്. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1,20,000. 1,20,000 ഓടിയിട്ടുണ്ട്. ഏതാ ഓപ്ഷൻ വരുന്നത്? LX ആണ് വരുന്നത്. ഓക്കെ. ഇനി പിന്നെ ഒരുപാട് ആൾട്ടോകൾ വരുന്നുണ്ട്. 2015 ഡാറ്റ്സൺ കേട്ടോ. 2015 ഡാറ്റ്സൺ. ഇതാണ് ഡീറ്റെയിൽസ് വരുന്നത്. ഇത് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ആകെ ഒന്നിന് താഴെ ഓടിയിട്ടുള്ളൂ. താഴെ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പോ? സെക്കൻഡ് ഓണർഷിപ്പ്. പ്രൈസ് അലവിലൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് കേട്ടോ. അലവിലൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ടയറൊക്കെ ഏവറേജ് ടയർ വരുന്നുണ്ട്. പ്രൈസ് എങ്ങനെ വരുന്നത്? 2,10,000. 2,10,000. ഇത് ലോൺ കയറും? 1,5 ചെയ്ത് കൊടുക്കാം. 1,5 വരെ ചെയ്ത് കൊടുക്കാം. ഒരു 60,000 രൂപയുടെ വണ്ടി ഇവിടെ നിറക്കാം. പ്രൈസ് നെഗോഷ്യബിൾ ആയിരിക്കും അല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് കാണിക്കാനുള്ളതാണ് നെക്സ്റ്റ് ഓട്ടോമാറ്റിക് ഇഗ്നിസ് ആണ്. നെക്സ്റ്റ് ഒരു ഓട്ടോമാറ്റിക് ഇഗ്നിസ്. ഏതാ മോഡൽ വരുന്നത്? 2018 മോഡൽ ഓട്ടോമാറ്റിക് ഡെൽറ്റ. ഓണർഷിപ്പ് ഏതാ വരുന്നത്? ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 63. റീപ്ലേസ്മെന്റ് എന്താ ഉണ്ടോ? ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ വണ്ടി റീവണ്ടിയാണ്. റീ ആണ് വരുന്നത്. പ്രൈസ് ആണ് വരുന്നത്? 5,10,000. എത്ര ലോൺ കയറും? ഇതിൽ നമുക്ക് 5 lakh മാക്സിമം നോക്കാം. എന്തായാലും 4.5 വരെ കൺഫേം ആണ്. 4 വരെ കൺഫേം ആണ്. 2012 മോഡൽ ഓട്ടോമാറ്റിക് 62,000 കിലോമീറ്റർ ഓടിച്ച വണ്ടി അല്ലേ? ഓക്കെ. ഇവ നെക്സ്റ്റ് കാണിക്കാനുള്ള ഏതാണ്? ഇയോൺ ഉണ്ട്. ഇയോൺ ഏതാ മോഡൽ വരുന്നത്? ഇയോൺ 2013 ഉണ്ട്. രണ്ട് വണ്ടി ഉണ്ട്. 2013 രണ്ടും 2013 വരുന്നത്. ഓപ്ഷൻ ഏതാ വരുന്നത്? അത് സ്പോർട്സും ഇത് മറ്റേ ഡിലൈറ്റും. ഓണർഷിപ്പ് ഏതാ വരുന്നത്? രണ്ടും മൂന്നാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1,02,000. ഇത് 83,000 ഓടിക്കും. ഇത് 1,02,000. ഡിലൈറ്റ് 1,02,000. അതുപോലെ തന്നെ സ്പോർട്സ് 83,000. പ്രൈസ് അങ്ങനെ വരുന്നത് രണ്ടും? ഇത് 1,90, ഇത് 1,70. 1,90, 1,70. 1.5 ലോണും ചെയ്ത് കൊടുക്കാം കേട്ടോ. 1.5 ലോണും ചെയ്ത് കൊടുക്കാം. അതായത് സ്പോർട്സ് ഈ ഒരു റെഡ് ഇയോൺ വരുന്നത് 1,90, ഇത് 1,70 അല്ലേ? ഓക്കെ. ഞാൻ അതേപോലെ തന്നെ വാഗ്നർ വരുന്നുണ്ട്. വാഗ്നർ 2018-19 വണ്ടിയുണ്ട്.
2018 2019 വാഗ്നർ രജിസ്ട്രേഷനിൽ വേണ്ടി കേട്ടോ. ഓക്കെ, റിയാണ് അല്ല, ഒറിജിനൽ കേരള വണ്ടി. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. സൈഡ് ചെറിയൊരു വർക്ക് എടുത്തിട്ടുണ്ട്. റീപ്ലേസ്ഡ് ആയിട്ടുള്ള ഒന്നും ഇല്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഹിസ്റ്ററി ഉണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 73,000. ഏതാ ഓപ്ഷൻ വരുന്നത്? VXI. പ്രൈസ് ആണ് വരുന്നത് 4 ലക്ഷം രൂപ. 2017 പാണ്ടല്ലേ? 17 പാണ്ട് രജിസ്ട്രേഷൻ വരുന്ന സോറി 2018 2019 രജിസ്ട്രേഷൻ വരുന്ന വാഗ്നർ 4 ലക്ഷം രൂപ. എത്ര ലോൺ കയറും? ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് കാണിക്കാനുള്ള ഏതാണ്? അവിടെ ബീറ്റ് എങ്ങനെ തിരിച്ചു വരുന്നത്? 2012 ഫുൾ ലോഡാണ്. 135 കൊടുക്കാം. അതേപോലെ തന്നെ ചാർട്ടിന്റെ 2011 മോഡൽ അല്ലേ? ഓക്കെ. ഓണർഷിപ്പ് ഏതാ വരുന്നത്? കിലോമീറ്ററോ? 1,20,000. റീപ്ലേസ്മെന്റ് അല്ല. ഗ്ലാസ്സിന് ചെറിയൊരു ക്രാക്ക് കാര്യങ്ങൾ കാണുന്നുണ്ട്. നമുക്ക് ലാസ്റ്റ് എത്ര കൊടുക്കുക? 1,35 ചോദിക്കുന്നത്. പ്രൈസിന് ആവശ്യമുള്ളതാണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് ഈ പൂണ്ട് കൊടുക്കാനുള്ളതാണ്. ഓക്കെ. പൂണ്ട് എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? 2011 ഡീസൽ. ഓണർഷിപ്പ് ഏതാ വരുന്നത്? കിലോമീറ്റർ 4 പുത്തൻ ടയർ അലവീല് കാര്യങ്ങളൊക്കെ ഉണ്ട്. 77. ഓക്കെ. പ്രൈസ് ആണ് വരുന്നത് 1,40. പ്രൈസ് നെഗോഷ്യബിൾ ആണോ? മാറ്റം ചെയ്ത് എന്തായാലും മാറ്റം വരുത്തി കൊടുക്കും. ഓക്കെ. ഇവ നെക്സ്റ്റ് വരുന്നത് 2012 ഏറ്റവും ഫുൾ ലോഡ്. ഓക്കെ. ഇതിനാണ് ഡീറ്റെയിൽസ് വരുന്നത്. 1,13 ഓടിയിട്ടുണ്ട്. ഹിസ്റ്ററി ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് എങ്ങനെ വരുന്നത്? 1.5 ലക്ഷം രൂപ. എത്ര ലോൺ വരുന്നത്? മാക്സിമം ചെയ്തു. ഓക്കെ. നമുക്ക് ഇവിടെ എന്താ കാണിക്കാനുള്ളത്? ഇനി ഹോണ്ട സിറ്റി അല്ലേ? ഹോണ്ട സിറ്റി എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? 2017 മോഡൽ. ഫ്രീ ആണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത്? കിലോമീറ്ററോ? 1,16,000. റീപ്ലേസ്മെന്റ് ഒന്നും ഉണ്ടോ? മെയിൻ ക്ലാസ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് എങ്ങനെ വരുന്നത്? 5,40 ഏകദേശം നല്ല പാർട്ടിയാണ്. ഫുള്ളാണ് ചെയ്തത്. 5,40. 5,40. ഓക്കെ. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. അതിന് നമ്മൾ 2016 സിംഗിൾ ഓൺ ഒറിജിനൽ കേരള വണ്ടി ഉണ്ട്. 6,20. ഇത് റീ ആയതുകൊണ്ട് 5,40 അതും പ്രൈസ് നെഗോഷ്യബിൾ ആണ്. മാക്സിമം ലോൺ ചെയ്തത്. ഓക്കെ. ഇപ്പോൾ എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? 2012 ഫുൾ ഓൺ ബന്ധം അല്ലേ? ഡീറ്റെയിൽസ് ഹൈലൈൻ അല്ലേ? 280. ഏതാ മോഡൽ ഏതാ പറഞ്ഞത്? 2012. കിലോമീറ്ററോ? 93 ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പോ? സിംഗിൾ. ലാസ്റ്റ് 280 ചോദിക്കണ്ടേ? ഓക്കെ. എത്ര ലോൺ കയറും? 2 ലാക്ക് ലോൺ ചെയ്തു. 80,000 രൂപ വണ്ടി കൊണ്ട് സുഖമായിട്ടായിരിക്കും അല്ലേ? ഓക്കെ. ഇപ്പം നെക്സ്റ്റ് എന്നതാണ് ഹോണ്ട സിറ്റി. 2011 ഹോണ്ട സിറ്റി ഐവിടെക് അല്ലേ? ഓക്കെ. ഇത് റിയന്നാണ് വരുന്നത്. അപ്പോൾ പ്രൈസ് നെഗോഷ്യബിൾ ആയിരിക്കും. ഓക്കെ. മോഡൽ ഏതാ പറഞ്ഞത്? 2011 മോഡൽ. 2011 മോഡൽ. ഓണർഷിപ്പോ? കിലോമീറ്ററോ? 83. റീപ്ലേസ്മെന്റ് എന്താണ്? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. പ്രൈസ് ആണ് വരുന്നത് 2,70,000. ലോൺ ചെയ്ത് കൊടുക്കല്ലേ? ഓക്കെ. അപ്പോൾ എന്താണ് നമ്മൾ ഒരുപാട് വണ്ടികൾ ഇനി ഏതാ കാണിക്കാറുണ്ടോ? ഒരു വെറണോണി കാണിക്കാറുണ്ട്. വെറണ ഡീറ്റെയിൽസ് വരുന്നത് ഇത് റിയാണോ അല്ല കേരള വണ്ടിയാണോ? ഒറിജിനൽ കേരള വണ്ടി. ഏതാ മോഡൽ വരുന്നത്? 2014 മോഡൽ. ഏറ്റവും ടോപ്പ് ഉണ്ട്. 2014 മോഡൽ അല്ലേ? വാങ്ങിച്ചിട്ട് വരുന്നത് കിലോമീറ്റർ റീപ്ലേസ്മെന്റ് എന്താണ്? ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. പ്രൈസ് ആണ് വരുന്നത് 4 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഫൈനലായിട്ട് നമ്മൾ കൊടുക്കാം. 4 ലക്ഷം രൂപ ലോണും ചെയ്ത് കൊടുക്കാം. ഓക്കെ. അടിപൊളി. അപ്പോൾ എന്താണ് നമ്മളുള്ളത്? നമ്മുടെ ക്യാഷ് കാർവേൽ കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? മലപ്പുറം ജില്ലയിൽ ഫയർ റോഡിൽ ഏകദേശം നമ്മളിപ്പം കാണിച്ചൊരു 10-40 വണ്ടി കാണിച്ചിട്ടുണ്ട്. ഇനിയും കാണിക്കാൻ ഒരുപാടുണ്ട്. കാരണം നമ്മൾ ഒറ്റ പാർട്ടിൽ കുറഞ്ഞ ബഡ്ജറ്റ് കാറുകൾ മാത്രമാണ് നമ്മൾ ഇന്ന് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ പാർട്ട് 2 നമുക്ക് വേറൊരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കൂടുതൽ വീഡിയോസ് ഇനി കൂടുതൽ കാറിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ മുസഫിറിൻ്റെ നമ്പറും അതുപോലെ തന്നെ നമ്മുടെ സലീം ഖാൻ്റെ നമ്പറും അടിയിൽ കൊടുക്കുക. എന്തായാലും ഞാൻ വിളിച്ചോളി മിസ്സാക്കണ്ട. തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോകും.